നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ഗ്രഹങ്ങളും രാശി മാറുമ്പോൾ പല രാശിക്കാർക്കും വളരെയധികം ഗുണങ്ങളാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ അതുപോലെ തന്നെ ദോഷഫലങ്ങളും ഉണ്ടാകുന്ന രാശിക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ശനിയുടെ ഏറ്റവും വലിയൊരു രാശിമാറ്റമാണ് 2025 മാർച്ച് 29 സംഭവിക്കാൻ പോകുന്നത്. ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കാണ് മാറുന്നത്. അതിന്റെ ഫലമായിട്ട് ചില രാശിക്കാരിൽ പ്രതീക്ഷിക്കാത്ത പോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നു. നമ്മുടെ ജ്യോതിഷപ്രകാരം ശനിയുടെ ഓരോ മാറ്റവും വളരെ പ്രാധാന്യമുള്ള മാറ്റങ്ങളാണ്. ഇതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ 2.5 വർഷത്തിന് ശേഷമാണ് ശനി അതിന്റെ രാശി മാറുന്നത്. കുംഭം രാശിയിലെ സംക്രമണം പൂർത്തിയാക്കിയാണ് മീനം രാശിയിലേക്ക് മാർച്ച് അവസാനത്തോടെ ശനി എത്തുന്നത്. അതോടെ ചില ജീവിതങ്ങളിൽ ചില അപസൂചനകളും വരുന്നുണ്ട്. ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അത് നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് ശനിയുടെ ഫലം നൽകുന്നതും. ഈ ശനിയുടെ സമയത്ത് പലപ്പോഴും ശനിയുടെ ദോഷഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ശനിക്ക് ഒരുപാട് നല്ല വശങ്ങളുണ്ടെങ്കിലും ചില രാശിക്കാർക്ക് അത് ദോഷ ഫലങ്ങളായിട്ടാണ് ഭവിക്കുന്നത്. ഈ ശനി 2025 മാർച്ച് 29 മീനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചില രാശിക്കാർക്ക് അത് വളരെ കഷ്ടതയിലേക്ക് ആണ് പോകുന്നത്. ആ രാശിക്കാരെ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മേടം രാശിക്കാർക്ക് ശനിയുടെ 12ാം ഭാവത്തിലാണ് പ്രവേശിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ഇത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്നാൽ ജനുവരി 21 വരെ മേടം രാശിയുടെ അധിപനായ ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സമയം ശനിയുമായിട്ട് സംയോജനത്തിൽ വരുന്നതിനാൽ അത് ഗുണഫലങ്ങൾ നൽകുന്ന ഷടാഷ്ടക യോഗത്തിന് രൂപം നൽകുന്നുണ്ട്. എന്നാൽ മാർച്ച് 29 ശനിയുടെ രാശിമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ശനിയുടെ പിടിയിൽ നിന്ന് ഒഴിവായി പോകുവാനായിട്ട് മേടം രാശിയിലുള്ള അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗക്കാര് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തായിട്ട് ധനുരാശിക്കാർക്കും ഈ മാറ്റം പ്രതിസന്ധിയിൽ ഉണ്ടാകുമെന്നുള്ളത് കാണുന്നത്. പലപ്പോഴും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് നിങ്ങൾ നേരിടേണ്ടി വരിക. അതിന്റെ ഫലമായിട്ട് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. 4ാം ഭാവത്തിലേക്ക് ശനി നീങ്ങുന്നത്. പലപ്പോഴും കുടുംബത്തിൽ നിന്ന് പിണങ്ങി നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരാം. കൂടാതെ ജോലി കാര്യത്തിനായിട്ട് സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുന്നതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടതാണ്. ജീവിതത്തില് ആശങ്കകളൊക്കെ നിൽക്കുന്നുണ്ട്. ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന വഴി ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ശനി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജാതക പ്രകാരം ശനി ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇത് ധനുരാശിക്കാരുടെ ഒരു പൊതുഫലമാണ് പറഞ്ഞിരിക്കുന്നത്. മൂലം, പൂരാടം, ഉത്രാടം രാശിക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നിങ്ങളുടെ സമയം വെച്ചിട്ട് ശനി ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് ചിങ്ങൻ രാശിക്കാരെയും ഈ മാറ്റം ബാധിക്കുന്നുണ്ട്. വളരെയധികം പ്രതിസന്ധികളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അതീവ ശ്രദ്ധയോടെ വേണം ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കേണ്ടത്. കണ്ടകശനിയാണ് ഇവരിൽ ആരംഭിക്കുന്നത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇവര് വളരെയധികം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചിലവുകൾ നിസ്സാരമാക്കരുത്. മക്കളുമായിട്ടുള്ള തർക്കമൊക്കെ വളരെ രൂക്ഷമാകുന്ന ഒരു സമയമാണ്. ഗൗരവത്തോടെ സമീപിക്കുന്ന പല കാര്യങ്ങളും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവും. ജോലിയില് പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയങ്ങളൊന്നും ഉണ്ടാവില്ല. കടുകെണ്ണ വിളക്ക് ശനിദേവന് വേണ്ടി കത്തിക്കുന്നതാണ് പരിഹാരമാർഗം. ഇതില് വീണ്ടും പറയാനുള്ളത് നിങ്ങളുടെ ജാതകവും കൂടെ ഒന്ന് പരിശോധിക്കുക. അതിൽ ശനിയുടെ അപഹാരം എത്രത്തോളം നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോരുത്തരുടെയും ജാതകത്തില് സമയമനുസരിച്ച് ഈ ശനിയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറയാറുണ്ട്, നമ്മൾക്ക് ഇത് പൊതുഫലമാണ് പറയുന്നത്. ഈ പൊതുഫലത്തില് നിങ്ങളുടെ ജാതകത്തില് സമയം ഏതാണോ അതനുസരിച്ചാണ് നിങ്ങളുടെ ശനിയുടെ കാഠിന്യം വരുന്നത്. അതുകൊണ്ട് ജാതകം കൂടി ഒന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ പ്രതിവിധികൾ ചെയ്യുക. പണം കൊടുത്തുള്ള പ്രതിവിധികൾക്ക് പോകണ്ട. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രതിവിധി. പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. ശനിദേവനെ പ്രീതിപ്പെടുത്തുവാനുള്ള ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്യുക. കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പണം കൊടുത്തല്ല, ഇതുപോലെ കടുകെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരുപാട് പണം മുടക്കി ഹോമം ഒന്നും ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.